ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. അടിപൊളിയായി തന്നെ നിങ്ങളെല്ലാവരും പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം A+ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് എന്ന കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം നമുക്കിനി വരാനുള്ളത് മാത്സും ഫിസിക്സും ഒക്കെയാണ്. സോ മാത്സിന് കുറച്ചധികം നിങ്ങൾക്ക് അവധിയുണ്ട്. സോ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഫിസിക്സ് കൂടി പഠിക്കേണ്ടതുണ്ട്. സോ റെക്കോർഡഡ് കണ്ടന്റുകളുടെ രൂപത്തിൽ നമുക്കിനി ഫിസിക്സ് തുറന്നുള്ള ദിവസങ്ങൾ നമുക്ക് പാരലി പഠിച്ച് മുന്നോട്ട് പോകാം മക്കളെ. സോ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, സാർ ഫിസിക്സിനകത്ത് ഈ ഡയറക്ഷൻ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വല്ലാതെ കുഴപ്പിക്കുന്നു. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന ചോദ്യവും വളരെയധികം കൺഫ്യൂസിങ് ആയിരുന്നു. ഡയറക്ഷൻ എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല എന്നോട് പല മക്കളും പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. സോ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനുമായിട്ട് അണ്ണൻ എന്തായാലും വരുമല്ലോ മക്കളെ. സോ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ കൺഫ്യൂഷന് കാരണമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ഡയറക്ഷൻ ഓറിയൻറ്റഡ് എല്ലാ ചോദ്യങ്ങളും അന്തസ്സായി തന്നെ പഠിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങാം. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും തമ്പ് റൂളൊന്നും ഇനി ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിരുന്നു കണ്ടാൽ മതി. ഓരോ റൂളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം ഉൾപ്പെടെ നമ്മളിതാ സോൾവ് ചെയ്യാൻ പോവാണ്. തയ്യാറല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ആദ്യം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അത് നമ്മൾ വൃത്തിയായി തന്നെ മനസ്സിലാക്കണം. വലത് കൈ നിയമം, ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം, ഇതെങ്ങനെ മനസ്സിലാക്കാം, ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞ കാര്യമാണ്, സ്വിച്ച് ഓൺ ആക്കുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്, സ്വിച്ച് ഇടുന്നത് വലത് കൈ കൊണ്ടാണ്. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വലത് കൈ കൊണ്ട് സ്വിച്ച് ഇട്ടിട്ട് കറണ്ട് അല്ലേ ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വലത് കൈ റൂളാണ്. കാര്യം മനസ്സിലായോടാ? വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നിയമമാണ് യൂസ് ചെയ്യുന്നത്. വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ റൈറ്റ് ഹാൻഡ് റൂളിനകത്ത്, എന്താണ് അതിൻ്റെ കാര്യം, എന്താണ് പോസ്റ്റ്ലേറ്റ് നമുക്ക് നോക്കാം. സിംപ്ലി 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക, പരസ്പരം ലംബമായിട്ട് വെക്കുക. തള്ളവിരൽ അല്ലെങ്കിൽ പെരുവിരൽ തമ്പ് ഇതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇത് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷനെ, ചാലകത്തിൻ്റെ ചലന ദിശയെ സൂചിപ്പിക്കുന്നു. ഈ പറയുന്ന ചൂണ്ടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. നടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? മനസ്സിലായോടാ? അത് ഒന്ന് കോൺഫിഡൻ്റ് ആയിരിക്കുക. ചോദ്യം ചെയ്യാം നമുക്ക്. വാടാ, ചോദ്യം ഇതാ. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കാണാൻ പറ്റുന്നത്. ഇഫ് ദ കണ്ടക്ടർ മൂവ്സ് അപ്വേർഡ്, ചാലകം എങ്ങോട്ടാണ് മക്കളെ നീക്കുന്നത്? മുകളിലോട്ടാണ്. എങ്കിൽ കറണ്ടിൻ്റെ ദിശ എന്താണ്? ഇവിടെ ചാലകം മുകളിലോട്ട് നീക്കുന്നത് കൊണ്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. അങ്ങനെ കൂടി കണക്ട് ചെയ്ത് പഠിക്കുക, അങ്ങനെ കൂടി മനസ്സിലാക്കണം. ഇവിടെ ഒരു കാന്തിക മണ്ഡലത്തിൽ ചാലകം നീക്കുന്നത് കൊണ്ടാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്, വൈദ്യുതി പ്രവഹിക്കുന്നത്. ആ വൈദ്യുതിയുടെ ദിശയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈദ്യുതിയുടെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റൂളാണ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ അതുപോലെ തന്നെ വലത് കൈ എടുത്തേടാ മക്കളെ. എവിടെ നിന്ന് എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. മുകളിലോട്ടാണ് ചാലകം നീക്കുന്നത്. എങ്കിൽ കറണ്ട് എങ്ങോട്ടാണ്? എന്നിലോട്ട് നോക്കടാ ഡയറക്ഷൻ. യെസ്, എന്നിലോട്ട്, അഥവാ A to B ആയിരിക്കും. ഒരു സംശയം വേണ്ട. എങ്ങോട്ടായിരിക്കും? എയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം A to B. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല. അന്തസായില്ലടാ. അടുത്തത് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിസ്സാരമായി പഠിക്കാം. ഇടത് കൈ എടുക്കുക. ഇടത് കൈ കൊണ്ട് ഒരാളുടെ കവിള് തടിക്കുക എന്ന് വിചാരിക്കുക. ലെഫ്റ്റ് കൈ കൊണ്ട് ഒരടി അങ്ങ് കൊടുത്തു, ഇടത് കൈ കൊണ്ട് ഒരു അടി അങ്ങ് കൊടുത്തു എന്ന് വിചാരിക്കുക. സോ ലെഫ്റ്റ് ഹാൻഡ് എന്തിനു വേണ്ടിയാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, ബലത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചലന ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുക? ഇടത് കൈ നിയമം ഉപയോഗിക്കുക. അത് മനസ്സിൽ ഉറപ്പിക്കുക. അതേപോലെ 3 വിരലുകൾ ലംബമായി പിടിക്കുക. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ, ചാലകത്തിൻ്റെ ചലന ദിശ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? മാഗ്നറ്റിക് ഫീൽഡാണ്, കാന്തിക മണ്ഡലമാണ്, ഇത് വൈദ്യുതിയാണ്, കറണ്ടാണ്. ഓക്കെ അല്ലേ? ഒരു മാറ്റവുമില്ല, ഇത് തന്നെയാണ്. സോ ഇതെന്തിനു വേണ്ടിയാണ്? ചലന ദിശ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നോക്കടാ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. മലയാളത്തിലൊക്കെ തന്നിട്ടുണ്ട്. ഇത് മാർച്ച് 2020 ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ്, നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ നടുവിലൂടെയാണ് ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് ദ കറണ്ട് പാസസ് ഫ്രം A to B, കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ കണ്ടക്ടർ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഞാൻ പറഞ്ഞു, ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്, ചാലകത്തിൻ്റെ ചലന ദിശയാണ്, കറണ്ട് ഫ്ലോ മൂലമാണ് ചാലകം അവിടെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്, കണ്ടക്ടർ ചലിക്കുന്നത്. റെഡി?
എങ്കിൽ നമ്മൾ ഏത് റൂളാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ക്ലിയർ അല്ലേ? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. സോ താഴോട്ട്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വെച്ചു. അടുത്ത കറണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? യെസ്, കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ? സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക, ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക, എയിൽ നിന്ന് ബിയിലോട്ട്. സോ എങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ്? അകത്തോട്ടല്ലേ? യെസ്, അകത്തോട്ടാണ്. ഇൻവേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻവേർഡ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റൈറ്റ്. സോ അതിന് ഹെൽപ്പ് ചെയ്ത റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. അടിപൊളി. അടുത്തിലോട്ട് കിടക്കാം. യെസ്, വൃത്തിയായിട്ട് മലയാളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. യെസ്, ഇതും നമ്മുടെ ഫോഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഇഫ് ദ കറന്റ് ഫ്ലോസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ? നിസ്സാരമായ കാര്യമാണ്. ഈ പറയുന്ന ആർമേച്ചർ ഇത് മോട്ടർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അറിയണം. ദ മോട്ടറാണ്, റൈറ്റ്, നോ ഡൗട്ട്. ഇനി ഇതിനകത്ത് കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ചിത്രത്തിൽ നൽകിയ പോലെ. സോ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എങ്കിൽ ആർമേച്ചർ ഏത് ഡയറക്ഷനിൽ ചലിക്കും എന്നാണ് ചോദ്യം. നിസ്സാരമായി തന്നെ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ആർമേച്ചറാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ബലത്തിൻ്റെ ചലനദിശ എങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. സോ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന നടുവിരലാണ്. സോ ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ്. സോ എങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? താഴോട്ടല്ലേ? യെസ്, താഴോട്ടാണ്. ഈ ഒരു ഫേസിൽ എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ. എ ബി എന്ന് പറയുന്ന ഭാഗത്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ. നമുക്ക് അടുത്ത് ഏതെടുക്കാം? സി ഡി എന്ന് പറയുന്ന അഗ്രം എടുക്കാം. സി ഡി എന്ന് പറയുന്ന ഈ പറയുന്ന ഭാഗത്ത് എങ്ങോട്ടാണ് ഡയറക്ഷൻ നമുക്ക് നോക്കാം. സോ അവിടെ കറണ്ട് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അവിടെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. സി ഡി ഡയറക്ഷൻ വെച്ച് നോക്കിക്കേ, അവിടെ ഫോഴ്സ് മുകളിലോട്ടാണ്. സോ അവിടെ ഫോഴ്സ് മുകളിലോട്ടാണ്. സോ എങ്ങനെയാണ് കറങ്ങുക? ഈ ഒരു ഡയറക്ഷനിലാണ് കറങ്ങുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുക. ഇതിന് കണ്ടുപിടിക്കാൻ സഹായിച്ച റൂൾ ഏതാണ്? യെസ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. വൃത്തിയായി മനസ്സിലായില്ല, അന്തസ്സായി മനസ്സിലായി, ഒരു തരി സംശയമില്ലല്ലോ. അടുത്തത് മോഡൽ 2022 ചോദിച്ചൊരു ചോദ്യം നമുക്ക് നോക്കാം. സോളിനോയിഡ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഡി സി കറന്റ് ത്രൂ എ സോളിനോയിഡ് ഫേസിംഗ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പ്രദക്ഷിണ ദിശയിലാണ് ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ അത് ഏത് ഡയറക്ഷൻ, ഏത് പൊളാരിറ്റി ആയിരിക്കും ഉണ്ടാവുക, ഏത് ധ്രുവതയായിരിക്കും ഉണ്ടാവുക? യെസ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താണ്? സൗത്ത് പോളാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അതെന്താണ്? അത് നോർത്ത് പോളായിരിക്കും. എൻ്റെ അമ്മായി അങ്ങ് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. സോ ആൻറ്റി ആണെങ്കിൽ നോർത്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ സൗത്ത് പോളായിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കിക്കോ. ഒരു ചോദ്യം കൂടിയുണ്ട്. സജസ്റ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ സോളിനോയിഡ്. ആ പറയുന്ന സോളിനോയിഡിൻ്റെ കാന്തിക ബലം ഉയർത്താനുള്ള 2 മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മാർഗം സിംപ്ലി കറണ്ട് കൂട്ടിയാൽ മതി. രണ്ടാമത്തെ ഭാഗം സിംപ്ലി നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. മൂന്നാമത്തെ കാര്യം എന്താണ്? യെസ്, സോഫ്റ്റ് അയൺ കോർ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. സോഫ്റ്റ് അയൺ കോർ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, പച്ചിരുമ്പ് കോർ അകത്തോട്ട് കയറ്റി വിട്ടാൽ മതി. ഈ 3 മാർഗങ്ങളിലൂടെ കാന്തിക ബലം നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും. അടുത്തതിലൂടെ കിടക്കട്ടെ, ശ്രദ്ധിക്കടാ. നെക്സ്റ്റ് വൺ, റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. തമ്പ് റൂൾ എന്താ സൂചിപ്പിക്കുന്നത് വെച്ച് വെച്ചാൽ നോക്കടാ, ഇതാണ് നമ്മുടെ ചാലകം എന്ന് വിചാരിക്കുക, കണ്ടക്ടർ എന്ന് വിചാരിക്കുക. മുകളിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ ഈ പറയുന്ന കൈ ഇങ്ങനെ പിടിക്കുക. തള്ളവിരൽ അഥവാ തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കറണ്ട്, അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. കേർവ്ഡ് ഫിംഗേഴ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? കാന്തിക മണ്ഡലത്തിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? സോ മുകളിലോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, താഴോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. ഒരു ചോദ്യം ചെയ്യാം. യെസ്, ABCD എന്ന് പറയുന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് X ലുക്കിംഗ് ഫ്രം B? ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്താണെന്നാ ചോദ്യം. നോക്കട്ടെ, ഇവിടെ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇത് വലിയ വര, ഇത് ചെറുത്. അപ്പോൾ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇത്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. A to B ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ A to B ആണ് കറണ്ട് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ? മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ്? അതായത് ബിയിൽ നിന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് എക്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണല്ലേ? നോക്കടാ ചോദ്യം. യെസ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് X ഫ്രം ലുക്കിംഗ് ഫ്രം B? നോക്കടാ, അപ്പം മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നോ ഡൗട്ട്, ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിന് സഹായിച്ച റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. സെറ്റ്, ക്ലിഞ്ചറായി മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലല്ലോ. സോ ഇങ്ങനെയാണ് മുകളിൽ നിന്നാണ് നോക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
മോഡൽ 2024 ചോദിച്ച ചോദ്യം. പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്. എനിക്കൊരു ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിലുണ്ട്. അതിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്. എത്ര തവണ പറഞ്ഞു കൊടുത്താലും ഒരു വ്യക്തത പലർക്കും ലഭിക്കാത്തൊരു ചോദ്യമാണ്. കാരണം എനിക്ക് വോയിസിലൂടെ ആയിരിക്കും പലപ്പോഴും കൺവേ ചെയ്യാൻ സാധിക്കുക. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം. അന്തസ്സായി നമ്മൾ പഠിക്കാൻ പോവാണ്. ചോദ്യം വായിക്കാം മക്കളെ. ടു മാഗ്നെറ്റ് ആൻഡ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് പ്ലേസ്ഡ് ഓൺ എ ടോപ്പ് ഓഫ് ദ ടേബിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ 2 കാന്തങ്ങളും നടുവിൽ ഒരു ചാലകവും വെച്ചിട്ടുണ്ട്. ഒരു ടേബിളിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചോദ്യം നോക്കാം. എ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ കറന്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ടു മൂവ് ദ ഡയറക്ഷൻ അപ്വേർഡ് ഫ്രം ദ ടേബിൾ? ഒന്നുമില്ല. ഏത് ദിശയിൽ വൈദ്യുതി പ്രവഹിച്ചാലാണ് ചാലകം മുകളിലോട്ട് ചലിക്കുക? ഏത് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ഉണ്ടായാലാണ് കണ്ടക്ടർ മുകളിലോട്ട് ചലിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നതാണ്, സാറേ കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലേ, സോ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ, റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ യൂസ് ചെയ്യുക, അതോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണോ? ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതിലൊരു ക്ലാരിറ്റി വരുത്തി തരാം, വ്യക്തത വരുത്തി തരാം. ഇവിടെ കറണ്ട് ഫ്ലോ ഉള്ളത് കൊണ്ടാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്, ശരിയല്ലേ? കറണ്ട് ഫ്ലോ ഉള്ളത് കൊണ്ടാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ആ കണ്ടക്ടർ മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അല്ലേ? യെസ്. സോ കറണ്ട് മൂലം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് മൂലം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കോസിംഗ് ഫാക്ടർ, കാരണക്കാരൻ ആരാണ്? കറണ്ട് ആണ്. കറണ്ട് മൂലം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് മുകളിലോട്ടാകാൻ ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണം എന്നല്ലേ ചോദ്യം, അല്ലേ? യെസ്. സോ മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണോ? വേറെ ഒന്നും ആലോചിക്കണം. മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? മോട്ടോർ തത്വമല്ലേ? കറണ്ട് ഫ്ലോ മൂലം ചാലകം ചലിക്കുന്നു. മോട്ടോർ പ്രിൻസിപ്പിൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഒരു സംശയവും വേണ്ട, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഇനി പിടിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലോട്ട്, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, മുകളിലോട്ട് ചലിപ്പിക്കണം, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്ത്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്, ഒരു സംശയമില്ല. അത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. സോ ഇറ്റ് ഈസ് ഇൻ ഡയറക്റ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ, റൈറ്റ്? മുകളിലോട്ടാണ് നമ്മുടെ ചാലകം ചലിക്കേണ്ടത്. മുകളിലോട്ട്. കറണ്ട് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് ബിയിലോട്ടല്ലേ? ഒരു സംശയവും വേണ്ട. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം എ ടു ബി. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ എ ടു ബി ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുക. അടുത്ത് ഇതിന് സഹായിച്ച റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 2 ഡിവൈസുകൾ ഏതൊക്കെയാണ് മക്കളെ? ഒരു സംശയവും വേണ്ട. ഏതാണ്? നമ്മുടെ സ്വന്തം മോട്ടർ എടുക്കാം, ലൗഡ് സ്പീക്കർ എടുക്കാം. ഈ 2 ഡിവൈസുകൾ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ക്ലിയർ അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായുള്ള. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കുക. കറണ്ട് ഫ്ലോ മൂലം ചാലകം ചലിക്കുകയാണ്. സോ അത് മോട്ടോർ തത്വമാണ്, മോട്ടോർ പ്രിൻസിപ്പിളാണ്. നിസ്സാരമായി അടിക്കാൻ പറ്റില്ല. അന്തസ്സായി മനസ്സിലായോടാ. ഇനി ഏത് തരം ചോദ്യം വന്നാലും അടിപൊളിയായിട്ട് എഴുതുക. ഈ വീഡിയോ വൃത്തിയായി മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇനി ഏത് തരം വീഡിയോ വേണം, നിങ്ങളുടെ കണ്ടന്റ്, ഏത് തരം കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് അടിസ്ഥാനത്തിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലവ് യു ഓൾ. ബൈ.